ഈ ചിത്രത്തിൽ കാണുന്ന ആ ഓൾഡ് 5 രൂപ നാണയത്തെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കാം. ഇത് വെറുമൊരു നാണയമല്ല, മറിച്ച് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയൊരു വെല്ലുവിളി ഉയർത്തിയ ഒരു മെറ്റൽ മാഫിയയുടെ കഥയാണ്. നമ്മളിൽ പലരും 2000ത്തിന്റെ തുടക്കത്തിൽ ഉപയോഗിച്ചിരുന്ന കട്ടിയുള്ള ഭാരമേറിയ ആ ഓൾഡ് 5 രൂപ നാണയങ്ങൾ ഇന്ന് എവിടെ പോയി എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ നാണയങ്ങൾ നിർത്തലാക്കാൻ ഉണ്ടായ പ്രധാന കാരണം അയൽരാജ്യമായ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യ കള്ളക്കടത്ത് ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഈ 5 രൂപ നാണയങ്ങൾ നിർമ്മിച്ചിരുന്നത് കോംപ്രോ നിക്കൽ എന്ന ലോക സങ്കരം ഉപയോഗിച്ചാണ്. ഈ നാണയങ്ങൾക്ക് പുറം ലോകത്ത് അതിന്റെ മൂല്യത്തെക്കാൾ വലിയൊരു വിലയുണ്ടായിരുന്നു. ബംഗ്ലാദേശിലെ ചില മാഫിയ സംഘങ്ങൾ വൻതോതിൽ ഈ നാണയങ്ങൾ ഇന്ത്യയിൽ നിന്നും അതിർത്തി കടത്തിക്കൊണ്ടു പോകാൻ തുടങ്ങി. അവർ ഈ നാണയങ്ങൾ ഉരുക്കി അതിൽ നിന്നും ബ്ലേഡുകൾ നിർമ്മിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഒരു 5 രൂപ നാണയം ഉരുക്കിയാൽ 6 ബ്ലേഡുകൾ വരെ നിർമ്മിക്കാൻ സാധിക്കുമായിരുന്നു. ഒരു ബ്ലേഡിന് അക്കാലത്ത് 2 രൂപ വിലയുണ്ടായിരുന്നു എന്ന് കണക്കാക്കിയാൽ 5 രൂപയായ ഒരു നാണയം കൊണ്ട് അവർ ഏകദേശം 12 രൂപയുടെ ലാഭമാണ് ഉണ്ടാക്കിയിരുന്നത്. ഇതൊരു ചെറിയ തോതിലുള്ള ഇടപാടല്ലായിരുന്നു. ടൺ കണക്കിന് നാണയങ്ങളാണ് ഓരോ മാസവും ഇന്ത്യയിൽ നിന്നും ഇത്തരത്തിൽ കടത്തിപ്പെട്ടിരുന്നത്. ഇന്ത്യയിൽ 5 രൂപ നാണയങ്ങൾക്ക് വലിയ ക്ഷാമം നേരിടാൻ തുടങ്ങിയതിനെ തുടർന്നാണ് റിസർവ് ബാങ്ക് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നത്. ആ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തുവരുന്നത്. നാണയത്തിന്റെ ഫേസ് വാല്യൂ ഉയർന്നതായിരുന്നു ഇതിലെ ലോഹത്തിലെ മൂല്യം. ഇത് സാമ്പത്തിക ശാസ്ത്രത്തിൽ വലിയൊരു അപകടകരമാണ്. ഏതൊരു നാണയവും അതിന്റെ ലോഹത്തിന്റെ വിലയേക്കാൾ ഉയർന്ന മൂല്യത്തിൽ വിനിമയം ചെയ്യപ്പെടണം. എന്നാൽ ഇവിടെ സംഭവിച്ചത് തിരിച്ചായിരുന്നു. ഈ കള്ളക്കടത്ത് തടയാൻ ഇന്ത്യൻ സർക്കാർ ആ ഓൾഡ് കട്ടിയുള്ള നാണയങ്ങൾ വിപണിയിൽ നിന്നും പിൻവലിക്കാൻ തീരുമാനിച്ചു. പകരം വലിപ്പം കുറഞ്ഞ, കനം കുറഞ്ഞ, സ്റ്റെയിൻലെസ് നീളം കൂടിയ പുതിയ നാണയങ്ങൾ ബ്ലേഡ് നിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിലുള്ളത് ഇറക്കപ്പെട്ടു. ഇതോടെയാണ് ബംഗ്ലാദേശിലേക്കുള്ള ഈ നാണയക്കടത്തിന് അറുതി വന്നത്. ഒരു രാജ്യത്തിന്റെ കറൻസി മറ്റൊരു രാജ്യത്ത് വെറും അസംസ്കൃത വസ്തുവായി മാറിപ്പോയ ചരിത്രമാണ് ഈ ഓൾഡ് 5 രൂപ നാണയത്തിന് പറയാനുള്ളത്. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പുതിയ നാണയങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാം, അവ വളരെ ഭാരം കുറഞ്ഞവയാണ്. അതിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇത്തരം തട്ടിപ്പുകൾ തടയുക എന്നതാണ്. സാമ്പത്തിക ലോകത്തെ ഈ രസകരമായ എന്നാൽ ഗൗരവമേറിയ വശം പലർക്കും അറിയില്ല. ഓൾഡ് പെട്ടികളിലോ അലമാരകളിലോ എവിടെയെങ്കിലോ ഈ നാണയം ഇരിപ്പുണ്ടെങ്കിൽ ഓർക്കുക, ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിതെളിച്ച ഒന്നാണ്. ഇത്തരത്തിലുള്ള കൗതുകകരമായ അറിവുകൾ പങ്കുവെക്കുന്നത് നമ്മൾ നിത്യവും കൈകാര്യം ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പിന്നിലെ വലിയ കഥകൾ മനസ്സിലാക്കാൻ സഹായിക്കും. വെറും ഒരു 5 രൂപ നാണയം എങ്ങനെ 12 രൂപയുടെ ലാഭമുണ്ടാക്കാൻ കച്ചവടമായി മാറിയതെന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ ഒരു വലിയ പാഠം കൂടിയാണ്. അധികൃതർ സമയബന്ധിതമായി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യൻ ഖജനാവിന് ഇത് വലിയൊരു നഷ്ടം വരുത്തിവെക്കുമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന തിളക്കമുള്ള ചെറിയ 5 രൂപ നാണയങ്ങൾ ആ ഓൾഡ് കള്ളക്കടത്ത് കാലത്തിന്റെ ഒരു പരിഹാരമാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.